വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോലെ ചിക്കൻ എന്നാണ് ഈ കറിയുടെ പേര്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറാട്ട, ഭട്ടൂര, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂണ് യോഗേർട്ട്. ഈ യോഗേർട്ട് ചേർക്കുമ്പോൾ ചിക്കൻ നന്നായി സോഫ്റ്റ് ആയിട്ട് വരും, അതുപോലെ തന്നെ വേഗം കുക്കായിട്ടും കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലകൾ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ നമുക്ക് ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്ക് പീസ്. ഇവിടെ ഞാൻ 1/2 കപ്പ് ചിക്ക് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് 1/2 കപ്പ് എന്ന ആ റേഷ്യോയിൽ തന്നെ എടുക്കുക. ഇത് നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഗീ ഒഴിച്ചു കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ സാധാ ബട്ടർ ഒഴിച്ചാലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ് 4 മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 വലിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്ക ഇതിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്തി കൊടുക്കുക. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ സവാള ഗോൾഡൻ ബ്രൗൺ ആവണ വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്. ഈ ഉലുവ പൊടിച്ചത് ഇറച്ചിക്കറിയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസുള്ള തക്കാളി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്തി കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. നമ്മൾ ഓൾറെഡി ഇതിൽ കുറച്ച് യോഗേർട്ടും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്തി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കൂടിപ്പോകും ഉപ്പ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്ക് പീസ് ഇട്ട് കൊടുക്കുക. ഇതിലത്തെ നമ്മൾ വേവിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഗ്രേവി വേണ്ടാത്തവർക്ക് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ചിക്ക് പീസ് മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ വെള്ളം കൂടി എടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ ചിക്ക് പീസിൽ ചിക്കൻ്റെ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്ക് പീസും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഭട്ടൂരയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ നാടൻ കറി പോലെയല്ല, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്